അടിയോടടി പൊരിഞ്ഞടി സ്റ്റാർ ടു എൻ്റെ അടി. ഈ പടം മലയാളം സിനിമേനെ വേറെ ലെവലെത്തിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം യൂഷ്വലായി നമ്മൾ കണ്ടുവരുന്ന ബേസിക് സ്റ്റോറി ലൈനും പരിപാടിയൊക്കെ ആണെങ്കിലും ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്രോച്ച് മലയാളം സിനിമയിൽ നല്ല ഇന്ത്യൻ സിനിമയിൽ വേറെ ആരും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട, ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും വെച്ചിട്ട് നല്ലൊരു പാക്ഡ് ആയിട്ടുള്ള നല്ല കിടിലൻ സൗണ്ട് സിസ്റ്റവും വിഷ്വൽസും ഒക്കെ തരുന്ന ഒരു തിയേറ്റർ തപ്പി പിടിച്ച് പോയിക്കോ. എൻജോയ് ചെയ്യാനുള്ളതെല്ലാം ആള് നീട്ടിക്കോളും. പക്ഷെ പോകുന്നതിനൊപ്പട്ടെ ആദ്യമേ പറയാം, നിങ്ങൾ മമ്മൂട്ടിൻ്റെ മോഹൻലാലിനെ പ്രതീക്ഷിച്ചാൽ പോകുന്നെങ്കിൽ ഒരുത്തരും അങ്ങോട്ട് പോകണ്ട. ബട്ട് ബാക്കി എങ്ങനെ നോക്കിയാലും ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്റർ വാച്ച്. ഡയറക്ഷൻ ആയിക്കോട്ടെ, എഡിറ്റ് ആയിക്കോട്ടെ, വിഷ്വൽസ് ആയിക്കോട്ടെ, മ്യൂസിക്, ഫൈറ്റ്, കോസ്റ്റ്യൂം, ആർട്ട്, മേക്കപ്പ്, ആക്ടിങ്, അങ്ങനെ എന്തെടുത്തു കഴിഞ്ഞാലും എല്ലാം ടോപ്പ് നോച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പടം ഓൾമോസ്റ്റ് ഫുള്ള് ഫൈറ്റാണ്. കൊടുക്കുന്ന ഓരോ അടീൻ്റെ വെയിറ്റ് നമുക്ക് സീറ്റിലിരുന്ന് അറിയാൻ പറ്റും. അതിനുവേണ്ടി മ്യൂസിക്കും എഡിറ്റൊക്കെ ചെയ്തു വെച്ചവർ നല്ല പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ആക്ടേഴ്സിൻ്റെ കാര്യം, അർജുൻ അശോകൻ, ഇഷാൻ ഷൗക്കത്ത്, റോഷൻ മാത്യു, വിശാഖ് നായർ, പിന്നെ ഒരുപാട് കിടിലൻ കുറേ ആക്ടേഴ്സ്. എല്ലാവരും വേറെ ലെവൽ. അതിൽ തന്നെ റോഷൻ മാത്യുവും വിശാഖ് നായരും. റോഷനൊക്കെ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് എൻട്രി ആവും. പക്ഷേ അവർ റഫായിട്ടുള്ള ക്യാരക്ടറിൻ്റെ മാനറിസംസ് ഒക്കെ പക്കയായിട്ട് പിടിച്ച് ചെയ്തിട്ടുണ്ട്. റോഷനെ കാണുമ്പോഴത്തേക്കന്നെ നമുക്ക് ഒരു റഫ് ആൻഡ് ടഫ് ഫീൽ കിട്ടും. പിന്നെ വൈശാഖ് നായരുടെ കാര്യം, ഈ നെഗറ്റീവ് ഷെയ്ഡിൽ റോൾ ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്തോ ഒരു പൊസസ്ഡായ കണക്കനെയാണ്. ആ ഒരു കാര്യത്തിൽ ഇയാൾ വേറെ തന്നെ ഒരു ലീഗിലാണ്. നമ്മളെ ഇൻഡസ്ട്രി ശരിക്കും ഇയാളെ മര്യാദക്ക് യൂസ് ചെയ്തിട്ടില്ല. ഇവർ മാത്രമല്ല, ഇവരെല്ലാവരും ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച കുട്ടികളെ തൊട്ടിട്ട് ഒരു ചെറിയ പെൺകുട്ടിയെ തൊട്ടിട്ട് റിങ്ങിലിറങ്ങി ഫൈറ്റ് ചെയ്യുന്ന ഓരോ ടീമും കിടിലൻ പെർഫോമൻസ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് പക്ക കാസ്റ്റിംഗ് ആണെന്ന് തോന്നും. കാസ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പം വേറൊരാളെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇതിൽ മമ്മൂട്ടിൻ്റെ എല്ലാവർക്കും അറിയില്ല, അതങ്ങനെ ആഭ്യന്തര രഹസ്യം നല്ലല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവരെടുത്ത ഏറ്റവും വേസ്റ്റ് ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മമ്മൂട്ടിനെ കൊണ്ടുവന്നില്ലാണ്. ഒരു ഇമ്പാക്റ്റും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്തൊരു കാസ്റ്റിംഗാണ് മമ്മൂട്ടിൻ്റെത്. അത്ര വരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പടം മമ്മൂട്ടി വന്നേരം ഡ്രോപ്പായി വേണം പറയാം. ഈ പടത്തിൻ്റെ ബാക്കി കാര്യത്തിൽ പോസിറ്റീവ് പറഞ്ഞതെല്ലാം മമ്മൂട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നെഗറ്റീവ് പറയേണ്ടി വരും. മമ്മൂട്ടിൻ്റെ കരിയർ തന്നെ ഏറ്റവും വേസ്റ്റ് ഡയലോഗ് ഡെലിവറി, ശോകം കോസ്റ്റ്യൂംസ്, പിന്നെ ഒരു കൂറ വിഗും. പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഒടിച്ച് മമ്മൂട്ടിൻ്റെ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ബിൽഡപ്പ് പറഞ്ഞാൽ അത് വാനോളായിരുന്നു. പക്ഷെ ഒരാവശ്യം ഉണ്ടായില്ല. എന്തിനാ റോളിൽ മമ്മൂട്ടിനെ കാസ്റ്റ് ചെയ്തെന്ന് സത്യം പറഞ്ഞാൽ അതൊരു ചോദ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കണ്ടിട്ടുണ്ടാവും, കേരളത്തിലേ നല്ല ഇന്ത്യയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള 4-5 പ്രൊഡക്ഷൻ കമ്പനീസ് ആണ് ഈ പടത്തിനെ ബാക്ക് ചെയ്ത് ഇതിൽ ഫണ്ട് ഇറക്കിയിട്ടുള്ളത്. സോ മമ്മൂട്ടിയുടെ ഒരു ക്യാമിയോ വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊരു അപ്പീലും കൂടെ കൂട്ടുമല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ലാലേട്ടനൊന്നും പ്രതീക്ഷിച്ച് തിയേറ്റർ പോയേക്കല്ലേ, ഈ ലാലേട്ടൻ ഇല്ല, ഇനി അതും പ്രതീക്ഷിച്ച് പോകണ്ട. ഇങ്ങനെ ചെറിയ 1-2 കാര്യങ്ങളുണ്ടെങ്കിലും പടം പക്ക വെറുത്താണ്. നല്ലൊരു കിടിലൻ തിയേറ്റർ വാച്ചാണ്. ഫസ്റ്റ് ഹാഫിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരു പൊടിക്കലോവാണ്. പക്ഷെ അതൊന്നും ഈ പടത്തിനെ മികച്ചതല്ലാണ്ടാക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ 2026 ഫസ്റ്റത്തെ ഒരു ബാങ് തന്നെയാണ് ഈ പടം. പക്ഷെ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബൈ.